നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തരമന്ത്രിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് കെ രമ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. TP കൊലക്കേസിൽ ഏറ്റവും കൂടുതൽ ഉഗ്രശബ്ദം നിയമസഭയിൽ ഉയർന്നിട്ടുള്ളത് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, അതുപോലെ തന്നെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയും എല്ലാം ശബ്ദം ഉയർത്തിയിട്ടുള്ളത് കെ രമയാണ്. കെ രമ ഇപ്പോൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൽ പിണറായിയുടെ തല പുലർത്തുന്ന ചില കാര്യങ്ങൾ എഴുതി കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ TP കേസുമായി ബന്ധപ്പെട്ട് ജയിൽ DIGക്ക് കൈക്കൂലി കൊടുത്ത വിഷയമാണല്ലോ വലിയ ചർച്ചയായി കത്തിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയ്ക്കിടെ ആ ചർച്ചയ്ക്ക് തീയിട്ടുകൊണ്ടാണ് കെ രമ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കെ രമയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: കൊലക്കേസിന് ശിക്ഷിച്ച് ജീവപര്യന്തം തടവിന് ജയിലിൽ കഴിയുന്ന കൊടിസുനിക്കും സംഘത്തിനും ജയിൽ DIGക്ക് കൈക്കൂലി കൊടുക്കാൻ മാത്രം പണം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് ഇവരിലേക്ക് പണം എത്തിക്കുന്നത്? അതിൽ പല ചോദ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ആ ചോദ്യങ്ങൾ പിണറായിക്ക് നേരെയാണ് കെ രമ ചോദിക്കുന്നത്. ഒന്ന്, ഇടയ്ക്കിടെ പരോൾ കിട്ടി ഈ ടീമുകൾ, അതായത് TP കൊലക്കേസ് പ്രതികൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഈ പുറത്തേക്ക് പോകുന്നത് കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്, സ്വർണം പൊട്ടിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ വകയിൽ കിട്ടുന്ന പണവും ഇത്തരത്തിൽ ഇവർ പലരെയും വലവീശി പിടിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജയിലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടുന്നതിന് പോലീസുകാർക്ക്, ജയിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിലാണ് സഹായങ്ങൾ ഇവർ ചെയ്തു കൊടുത്തിട്ടുള്ളത്. കൊടും ക്രിമിനലുകളുടെ കയ്യിൽ നിന്ന് വരെ കാശ് വാങ്ങി നക്കുന്ന ഇമ്മാതിരി യൂണിഫോം ഇട്ട കാട്ടാളന്മാരെ ചവിട്ടി പുറത്താക്കുകയാണ് വേണ്ടതെന്ന് ജനം പ്രതികരിക്കുന്നു. കെ രമ പങ്കുവെച്ച ഈ പോസ്റ്റിന് താഴെ ഒരാൾ ഒരു കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോക്കാം. അതിങ്ങനെയാണ്: കൊടിസുനി സംഘത്തെ പോറ്റി വളർത്തേണ്ടത് അത് ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും പിണറായിയുടെ ആവശ്യമായി പോയില്ലേ? കാരണം TPയുടെ മുഖത്ത് വീണ ആ വാള് അത് ആരുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിന് കൃത്യമായി അറിയാവുന്നതാണല്ലോ. ഇവന്മാരെ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ ഇവന്മാരുടെ വായിൽ നിന്ന് ചില സത്യങ്ങൾ പുറത്തേക്ക് വരും. അത് ഈ CPM-ന്റെയും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരിന്റെയും അധപതനത്തിനായിരിക്കും, അവരുടെ തലയ്ക്ക് മുകളിൽ അവസാന ആണിയടിക്കുന്നതിനായിരിക്കും. പാർട്ടിയിൽ നിന്നും പണം ഒഴുകും കൊടിസുനി കൂട്ടരിലേക്ക്. അവർക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം ചെയ്തു കൊടുക്കാൻ റെഡ് വാളണ്ടിയർമാരെ പോലെ ഓച്ചാനിച്ച് നിൽക്കും പോലീസുകാർ. ഇനി DIG അല്ല, DGP വരെ വേണമെങ്കിൽ കൊടിസുനിയുടെ കാല് പിടിക്കാൻ പോകും, കാല് തടവി കൊടുക്കാനും പോകും, വേണമെങ്കിൽ ആ കാല് നക്കി കൊടുക്കാനും പോകും. അതാണ് ഇവിടുത്തെ പോലീസുകാരുടെ ഇപ്പോഴത്തെ ഗതികേട്, പ്രത്യേകിച്ച് പിണറായി ഭരിക്കുമ്പോൾ. ഇതായിരുന്നു ആ ഒരു കമന്റ്. അതായത് ആഭ്യന്തര വകുപ്പിനെ അടപടലം ജനം വലിച്ചു തോട്ടിലെറിയുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതികളായ കൊടിസുനിക്കും അണ്ണൻ സജിത്തിനും ജയിലിനുള്ളിൽ വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കി പണം തട്ടിയ ജയിൽ DIG MK വിനോദ് കുമാർ ഒടുവിൽ കുടുങ്ങുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൊടിസുനി 1.25 ലക്ഷം രൂപയും അണ്ണൻ സജിത്ത് 45,000 രൂപയുമാണ് DIGക്ക് ഗൂഗിൾ പേ വഴി കൈക്കൂലിയായി നൽകിയത്. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുകൾ ലഭിച്ചതോടെ വിനോദ് കുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്യും. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പിനെ ആകെ നാണം കെടുത്തിയ സംഭവമാണ് ഇത്. ഇതും ഒരു കാവ്യനീതിയാണ്. TPയെ കൊന്നവരെ സംരക്ഷിക്കാൻ ഒത്താശ ചെയ്തതിനുള്ള ശിക്ഷ. നേരിട്ട് പണം വാങ്ങുന്നതിന് പകരം തടവുകാരുടെ ബന്ധുക്കൾ വഴിയാണ് വിനോദ് കുമാർ ഇടപാടുകൾ നടത്തിയിരുന്നത്. അണ്ണൻ സജിത്തിന്റെ ബന്ധുവിന്റെ ഫോൺ നമ്പറിൽ നിന്ന് പണം കൈമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ DIGയുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും പണം എത്തിയിരുന്നു. ഇവരുടെ അക്കൗണ്ടിൽ നിലവിൽ 40 ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ടെന്നും ഇത് അനധികൃത സ്വത്ത് സമ്പാദനമാണെന്നുമാണ് വിജിലൻസിന്റെ നിഗമനം. ജയിൽ സൂപ്രണ്ടായിരുന്ന കാലം മുതൽ വിനോദ് കുമാർ അഴിമതികളിൽ പങ്കാളിയായിരുന്നു. മയക്കുമരുന്ന് ജയിലിനുള്ളിലേക്ക് എത്തിക്കുന്നതിനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും തടവ് പുള്ളികൾക്ക് മൗനാനുവാദം നൽകിയിരുന്നു. ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ കൊടിസുനി കൊട്ടേഷനുകൾ ആസൂത്രണം ചെയ്തത് പോലീസ് കണ്ടെത്തിയിട്ടും കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരുന്ന വിനോദ് കുമാർ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. CPM നേതാക്കളുമായുള്ള ബന്ധം ഉപയോഗിച്ച് ഇത്തരം പരാതികളെല്ലാം ഇയാൾ ഒതുക്കി തീർക്കുകയായിരുന്നു. TP പ്രതികൾക്ക് പുറമെ കണിച്ചുകുളങ്ങര കേസിലെ പ്രതികളായ സജിത്തിനും ബിനീഷിനും ജയിലിൽ പരിഗണന നൽകിയതും വിവാദമായിരുന്നു. വിരമിക്കാൻ വെറും 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് അഴിമതി കഥകൾ പുറത്തു വന്നിരിക്കുന്നത്. വിനോദ് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിനും കൈക്കൂലിക്കും പ്രത്യേക കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ.
കണിച്ചുകുളങ്ങര എവറസ്റ്റ് ചിട്ടി ഫണ്ട് ഉടമകളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ സജിത്തിനും ബിനീഷിനും ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി നൽകിയെന്നത് വലിയ വിവാദമായിരുന്നു. മറ്റു തടവുകാർക്ക് ലഭിക്കാത്ത പരിഗണന ഇവർക്ക് ലഭിക്കാൻ വിനോദ് കുമാർ ഇടപെട്ടുവെന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. CPM അനുകൂല നിലപാടുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ഇയാള് പാർട്ടിയോട് മമതയില്ലാത്ത മറ്റ് ജയിൽ ഉദ്യോഗസ്ഥരോട് പകപോക്കൽ നടത്തിയിരുന്നതായും പരാതികളുണ്ട്. ജയിൽ വകുപ്പിലെ സ്ഥലം മാറ്റങ്ങളിലും അച്ചടക്ക നടപടികളിലും പാർട്ടി താൽപര്യം സംരക്ഷിക്കാൻ ഇയാൾ നിലകൊണ്ടു എന്നതായിരുന്നു പ്രധാന ആക്ഷേപം. ജയിലിനുള്ളിലേക്ക് കഞ്ചാവും മയക്കുമരുന്നും കടത്തുന്ന മാഫിയയുമായി വിനോദ് കുമാറിന് ബന്ധമുണ്ടെന്ന് വിജിലൻസ് സംശയിക്കുന്നുണ്ട്. സൂപ്രണ്ടായിരുന്ന കാലം മുതൽ തടവുകാരിൽ നിന്ന് പണം വാങ്ങി ഇത്തരം നിരോധിത വസ്തുക്കൾ അകത്തെത്തിക്കാൻ ഇയാൾ സഹായം ചെയ്തിരുന്നതായും സൂചനകളുണ്ട്. ഇതിലേക്കും അന്വേഷണം എത്തും. ജയിലിലേക്ക് പുതുതായി എത്തുന്ന സാമ്പത്തിക ശേഷിയുള്ള റിമാൻഡ് തടവുകാരിൽ നിന്ന് ജയിലിനുള്ളിൽ നല്ല സെല്ലും മറ്റ് സൗകര്യങ്ങളും ലഭിക്കുന്നതിനായി നിശ്ചിത തുക കൈക്കൂലിയായി വാങ്ങുന്നുവെന്നും സംശയമുണ്ട്. ഇതിലേക്കും അന്വേഷണം എത്തും. ജയിൽ മേധാവിയായിരുന്ന R. ശ്രീലേഖയുമായി ഗുരുതരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വിനോദ് കുമാറിനുണ്ടായിരുന്നു. വിയൂർ ജയിലിൽ വെച്ച് കൊടിസുനി പുറത്തേക്ക് വിളിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ ശ്രീലേഖ ഉത്തരവിട്ടിരുന്നു. എന്നാൽ അന്നത്തെ സൂപ്രണ്ടായിരുന്ന വിനോദ് കുമാർ ആ ഫോൺ പിടിച്ചെടുക്കുന്നതിന് പകരം അത് മുക്കിക്കളയുകയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിൽ ജയിൽ മേധാവി വിശദീകരണം ചോദിച്ചുവെങ്കിലും ഉന്നത രാഷ്ട്രീയ സമ്മർദ്ദം മൂലം തുടർ നടപടികൾ തടസ്സപ്പെടുകയായിരുന്നു. കൃത്യമായി ജോലിക്ക് ഹാജരാകാതിരുന്നതിനും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനും കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരിക്കെ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജയിൽ ആസ്ഥാനത്തെ DIG എന്ന നിലയിലുള്ള തന്റെ സ്വാധീനം ഉപയോഗിച്ച് കീഴ് ജീവനക്കാരെയും ജയിൽ സൂപ്രണ്ടുമാരെയും വിരട്ടി കാര്യങ്ങൾ നടത്തിയിരുന്നതായി വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികളുമായി വിനോദ് കുമാറിനുള്ള വഴിവിട്ട ബന്ധം ജയിൽ വകുപ്പിലെ മറ്റ് സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് വലിയ തലവേദനയായിരുന്നു. എന്തായാലും ഈ വിനോദ് കുമാറിനെ ഇപ്പോൾ അടപടലം പൂട്ടുന്ന തെളിവുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. KK രമ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി സത്യമാകുന്നു. അതായത് പിണറായി വിജയന്റെ കൃത്യമായ ഉറപ്പോടുകൂടി ഈ കൊടിസുനി കൂട്ടർക്ക് ജയിലിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് ഒരു വിഭാഗം പോലീസ് പണിയെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.